തലമുറകളെ ചൊല്ലി വേദനപ്പെടുന്ന മാതാപിതാക്കൾ, തലമുറകളെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന വാത്സല്യ അമ്മമാർ, ഇന്നത്തെ ദൂത് നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലമുറയെക്കുറിച്ചുള്ള ദൂതാണ് ഇന്ന് നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ പ്രഭാത സന്ദേശം, ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു സ്പെഷ്യൽ സന്ദേശം, പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ തലമുറ അവരോട് ചേർന്ന് വരും. അവരേത് വിഷയത്തിലാണ് പ്രാർത്ഥിക്കുന്നത് അവരോട് ചേർന്ന്, മാതാപിതാക്കളോട് ചേർന്ന് തലമുറയെ ദൈവം കൊണ്ടുവരും. ഞാൻ അതിന് മറ്റൊരു ഭാഗം ഞാൻ പറയാം. പിശാച് എപ്പോഴും മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് തലമുറകളെ അപഹരിച്ചുകൊണ്ട് പോയി നശിപ്പിച്ചു കളയാനാണ് നോക്കുന്നത്. ഹല്ലേലൂയ. മുടിയനായ പുത്രൻ എന്ന് പറയുന്ന ഒരു മകനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ അപ്പൻ്റെ അടുക്കൽ നിന്ന് ലോകമോഹങ്ങളെ കയറ്റി ഒരു ചെറുപ്പക്കാരനെ അപ്പൻ്റെ അടുക്കൽ നിന്ന് അകറ്റിക്കളഞ്ഞു. എന്നാൽ അപ്പൻ്റെ പ്രാർത്ഥന കൊണ്ട് ആ മകനെ മടക്കി കിട്ടിയുണ്ട്. പ്രാർത്ഥിക്കുമ്പം എത്ര ദൂർത്തനായാലും എത്ര അകന്നു പോയാലും ദൈവം മടക്കി കൊണ്ടുവരും. പിശാച് കൊണ്ടുപോകാൻ നോക്കും. ഈ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ ഏലീശ പ്രവാചകന്റെ അടുക്കൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഇവരെ കടക്കണിയിലായിരിക്കുന്നു, എൻ്റെ മക്കളെ, ആ കടക്കാരെൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നു. അപ്പോൾ ഏലീശയുടെ മറുപടി, നീയും നിന്റെ മക്കളും കൂടെ വീട്ടിൽ കയറി കടകടച്ച് എണ്ണ പകരുക എന്ന് പറഞ്ഞാൽ, അനുസരിക്കുന്ന മക്കൾ, പ്രാർത്ഥിക്കുന്ന മക്കൾ, പ്രവാചകന്റെ ആലോചന കേൾക്കുന്ന കുടുംബം. അങ്ങനെ ആ മക്കളെ ആ അമ്മ തിരിച്ചു പിടിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഒരർത്ഥത്തിൽ തലമുറകളെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ പ്രവാചക ശിഷ്യന്റെ ഭാര്യയല്ലേ, അപ്പൊ അവരുടെ തലമുറയെ പോലും പിശാച് അപഹരിച്ചുകൊണ്ട് പോകാൻ നോക്കുക. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മളായിരിക്കുന്നത്. മനസ്സിലായോ? പ്രാർത്ഥിക്കുന്നവരുടെ തലമുറയെ കൂടെ അപഹരിക്കാനായിട്ട് പിശാച് ശ്രമിക്കുക. എന്നാൽ ആ തക്ക സമയത്ത് അവസരോചിതമായ ഇടപെടലിലൂടെ ഒരു പ്രാർത്ഥനാ മുഖത്തേക്ക്, ഒരു ദൈവദാസന്റെ അടുക്കലേക്ക്, ഒരു ദൈവാലോചനയുടെ അടുക്കലേക്ക് വന്നതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടത് മാത്രമല്ല, അവളുടെ തലമുറയെ അവൾക്ക് നേടാൻ പറ്റി. ആരും പിടിച്ചോണ്ട് പോയില്ല. ഞാൻ ഉറപ്പായി പറയാം, പ്രാർത്ഥിക്കുന്ന മാതാവേ, ദൈവശബ്ദം കേൾക്കുന്ന, ദൂത് കേൾക്കുന്ന വാത്സല്യ അമ്മയെ, വാത്സല്യ മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറയെ കടക്കാൻ അല്ലെങ്കിൽ ശത്രു അപഹരിക്കാൻ ദൈവം സമ്മതിക്കില്ല. ആമേൻ പറഞ്ഞേ. ആമേൻ. അത് അവരുടെ നന്മയോ, അവരുടെ ആരോഗ്യമോ, അവരുടെ ജീവനോ, അവരുടെ ആയുസ്സോ, അവരുടെ കഴിവോ, അവരുടെ ജോലിയോ, വരുമാനമോ, ഇതൊന്നും ശത്രു അപഹരിക്കാൻ ദൈവം സമ്മതിക്കില്ല. ശ്രമം നടക്കും പിടിച്ചോണ്ട് പോകുവാൻ. ഹല്ലേലൂയ. ആമേൻ. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തില് ഹന്ന വളരെ നാളായി പ്രാർത്ഥിച്ചു, ഒരു തലമുറയ്ക്ക് വേണ്ടി വളരെ നാളായി പ്രാർത്ഥിച്ചു. ആ അമ്മയ്ക്ക് ദൈവം ഒരു തലമുറയെ നൽകി, അല്ലെ ആ ഒരു സ്ത്രീക്ക്, ആ ഹന്നയ്ക്ക് ഒരു ദൈവം ഒരു തലമുറയെ നൽകി. ശമൂവേലിനെ പ്രാർത്ഥിച്ചു പിടിച്ച് ദൈവസന്നിധി കൊണ്ട് അർപ്പിച്ചു. കേട്ടോണേ, 1 ശമൂവേൽ 1:27. ഈ ഹന്ന ശമൂവേലിനെ ദൈവസന്നിധിയിൽ കൊണ്ടുപോയി, ആലയത്തിൽ കൊണ്ടുപോയി അർപ്പിക്കുന്ന സമയത്ത് പറയുകയാണ്, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ ഞാൻ ഇത്ര നാളും തലമുറയില്ലാതെ ഞാൻ ഭാരപ്പെട്ടത് ഈ ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഉണ്ടെങ്കിൽ തലമുറയെ ദൈവസന്നിധി കൊണ്ടുവരാൻ പറ്റും, ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത്. ആമേൻ പറഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥന നിർത്തണ്ട, കുറയ്ക്കണ്ട, സംശയിക്കണ്ട, അവിശ്വസിക്കണ്ട. നിങ്ങളുടെ തലമുറയെ, ദൈവം നൽകിയ വാഗ്ദത്ത തലമുറയെ ദൈവസന്നിധിയിൽ അവർ കാണും. അവർ ദൈവത്തിന് വേണ്ടി നിൽക്കും. അവർ ദൈവത്തിന്റെ നന്മകൾ പ്രാപിക്കുന്ന കാണാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരും. അവരുടെ നന്മകൾ നിങ്ങൾ അനുഭവിക്കും. അവരുടെ നന്മകളിൽ നിങ്ങൾക്ക് കൂട്ടാളിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷവും ആനന്ദവും അതിനകത്തൊരു ഓഹരിയും ദൈവം തരും. ആമേൻ പറഞ്ഞേ. ആമേൻ. പിശാച് കയ്യിൽ നിന്ന് വലിച്ചോണ്ട് പോകും. ഇല്ല, നിങ്ങളെ കയ്യിൽ, നിങ്ങളെ കൊണ്ട് അവന്റെ നന്മ, അവളുടെ നന്മ അനുഭവിപ്പിക്കുകയില്ലെന്ന് പറയുന്ന ആ ശത്രുവിന്റെ പിടിയിൽ നിന്നും നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് അവരുടെ ദൈവിക നന്മകളുടെ ഓഹരിയാകാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരും. പ്രാർത്ഥന വേണം. ചിലരൊക്കെ ആണെങ്കിൽ മക്കൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിന്ത, എല്ലാം സെറ്റിലായി, കുഴപ്പമൊന്നുമില്ല. അന്നാ പ്രാർത്ഥന കൂട്ടേണ്ടത്. അന്ന് അതുവരെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു, എങ്ങനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പോൾ 2 പേരായി, 2 പേർ കൂടെ പ്രാർത്ഥിക്കണം. ഇനിയാണ് യഥാർത്ഥ ജീവിതം അവർ കാണാൻ പോകുന്നത്. നിങ്ങൾ കടന്നുപോയ ആ ശോധനയും നിങ്ങൾ സഹിച്ച സഹിഷ്ണുതയും അവർ കടന്നു പോയിട്ടില്ല. അതിന്റെ ട്രയലിലേക്ക് അവർ പോകുന്നേ ഉള്ളൂ. അതിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വേണം.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കുറയ്ക്കരുത്. പ്രാർത്ഥിക്കുന്ന അമ്മമാർക്ക്, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ തലമുറയെ നന്മകളോടുകൂടി ദൈവം മടക്കി കൊടുക്കും. ശത്രു അവരെ അപഹരിക്കാൻ അനുവദിക്കില്ല. ഹല്ലേലൂയ, ആമേൻ. ഇനി മറ്റൊരു വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇതൊരു പ്രവചനമാണ്. അത് യേശുവിനെ യെരുശലേമിലേക്ക് ഒരു രാജകീയമായ നിലവാരത്തിൽ വഹിക്കാനായി ദൈവം നിയോഗിച്ച ഒരു കഴുത, ഒരു പെൺകഴുതയും അതിൻ്റെ കുട്ടിയുമുണ്ട്. അതായൊരു വിഷയം. അതൊരു പ്രവചനമായിരുന്നു. അത് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 9:9 വാക്യമാണ്. അതൊരു പ്രവചനമാണ്. ഒരു അമ്മ കഴുത, ഒരു കുട്ടി കഴുത. അപ്പൊ ഇതിനെ രണ്ടിനെ മാറ്റി നിർത്തിയിരിക്കുക. നോക്കിക്കോണേ, അവസാനം കാണുന്ന കാഴ്ച യേശു ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾക്കെതിരെയുള്ള മത്തായി 21:2-3 വാക്യം, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരുന്ന ഒരു പെൺകഴുതയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും, അവയെ അഴിച്ചുകൊണ്ട് വരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവീൻ, തൽക്ഷണം അവയെ അയക്കും. ഹല്ലേലൂയ. പിന്നീട് കാണുന്നത് എന്നാണെന്നറിയാമോ? യേശു ആ പെൺകഴുതയുടെ മേലും അതിന്റെ കുട്ടികളുടെ മേലും കയറി എന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നടന്നറിയത്, പക്ഷേ അതിന്റെ മേൽ കയറി. വലിയൊരു മാന്യത, അംഗീകാരം, ബഹുമാനം. ഹല്ലേലൂയ. ഒരു കഴുതയും അതിന്റെ കുട്ടിയെയും, ഈ കഴുതയും ആ കുട്ടിയും എന്ന് പറയുന്നത് വാഗ്ദത്തം ചുമക്കുന്നതായിരുന്നു. അവരുടെ മേൽ വാഗ്ദത്തം കിടപ്പുണ്ടായിരുന്നു. കണ്ടാൽ തള്ളപ്പെട്ടതുപോലെ തോന്നും, പക്ഷെ ഒരു വാഗ്ദത്തം ഉള്ളതായിരുന്നു. സക്കറിയ 9:9, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ഇതാണ് സക്കറിയ പ്രവചിച്ചിരിക്കുന്നത്. അന്ന് യെരൂശലേമിലേക്കുള്ള ട്രയംഫൽ എൻട്രി ഈ പറഞ്ഞ ദൈവം പ്രവചിച്ചു വെച്ച ഒരു കഴുതയും അതിന്റെ കുട്ടിയെയും കുറിച്ചായിരുന്നു. പെൺകഴുതയും അതിന്റെ കുട്ടിയും. അപ്പം പുറത്ത് നിർത്തിയിരിക്കുകയാണെങ്കിലും ദൈവം വാഗ്ദത്തം നൽകിയിട്ടുള്ളതായിരുന്നു. അതിന്റെ കൂടെ അതിന്റെ തലമുറയും യേശുവിനെ ചുമന്നു. ഹല്ലേലൂയ. ഇതൊരു ഒരു നമുക്കൊരു പാഠമാണ്. ഹല്ലേലൂയ. വാഗ്ദത്തമുണ്ട് നിങ്ങളുടെ മേൽ. വാഗ്ദത്തമുള്ള തലമുറ ദൈവം തരും, യേശുവിനെ ചുമക്കുവാൻ, യേശുവിനെ വഹിക്കുവാൻ. ഇതുവരെ നിങ്ങൾക്ക് അനുഭവിക്കാത്ത നന്മകൾ നിങ്ങളുടെ തലമുറകളിലൂടെ ഒക്കെ 2026 ദൈവം തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് ഇതാണ്: നിങ്ങളുടെ തലമുറകൾ വാഗ്ദത്തം ചുമക്കട്ടെ, അവർ യേശുവിനെ വഹിക്കട്ടെ. അതിനുവേണ്ടി അവരെ ചേർത്ത് പിടിച്ചോ. പ്രാർത്ഥന കുറയ്ക്കരുത്, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ആ മറുപടി നൽകാൻ പോവുകയാണെന്ന് പറഞ്ഞത് കേട്ടോ. പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ദൈവം ആ തരത്തിൽ ഒരു വിടുതൽ തലമുറയുടെ വിഷയത്തിൽ ദൈവം തരാൻ പോവുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. നിങ്ങൾ മെസ്സേജ് കേട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം നിങ്ങൾക്ക് അത്ഭുതകരമായി വിടുതൽ തരും, ഉറപ്പാ. പക്ഷെ നിങ്ങൾ എന്നെ അറിയിക്കണം. നിങ്ങൾ അതിനകത്തുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ പറയണം. കാരണം പരിശുദ്ധാത്മാവ് നൽകിയ ദൂതായത് 2026 പ്രവേശിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ തലമുറയെ മറ്റൊരു നിലവാരത്തിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ, നിങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം ഒരുക്കിയെടുക്കുന്നതാണ്. നിങ്ങൾ ഇന്ന് അകന്നുപോയ ബന്ധങ്ങളിൽ നിന്നും അകന്നുപോയ സാഹചര്യങ്ങളിൽ നിന്നും ദൈവം ചേർത്ത് കൊണ്ടുവരുമെന്ന് അതൂത് പറയുന്നത്. ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കാം കേട്ടോ. പ്രിയ കർത്താവേ, ഞാൻ ഒന്നിച്ച് പോയി പ്രാർത്ഥിക്കുക. അങ്ങ് നൽകിയ വാഗ്ദത്തങ്ങളെ, ഈ വചനങ്ങളെ ഞാൻ സ്വീകരിക്കുക. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ വാഗ്ദത്തം പേറും. യെസ് കർത്താവേ, ആമേൻ. ഈ മക്കൾ, ഈ മാതാപിതാക്കൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ് അവരുടെ മക്കളുടെ നന്മ കാണുവാൻ, അത് അനുഭവിക്കുവാൻ, ചേർന്ന് വരുവാൻ. അകന്നുപോയതിനെ ദൈവം ചേർത്ത് കൊണ്ടുവന്ന് ആ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കാൻ പോകുന്നതിനായി, യേശുവിനെ ചുമക്കുന്നതിനായി, ദൈവത്തിന്റെ ഭാഗത്ത് തലമുറ കയറി നിൽക്കുന്നത് കാണുവാൻ, അവരുടെ നന്മകൾ പ്രാപിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടവരട്ടെ. അവരുടെ ഭാവിയെ അടച്ച, അവരെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ അപഹരിച്ചുകൊണ്ട് പോകുന്ന സകല പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചെടുക്കാൻ പോകുന്നതിനായി നന്ദി. അമ്മയ്ക്ക് ആ 2 മക്കളെ തിരികെ പ്രാപിച്ചതുപോലെ കർത്താവെ, ഇത് പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, നിലവിളിക്കുന്ന നാളുകളായി കർത്താവിന്റെ സന്നിധി കാത്തിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ ശബ്ദം കേൾക്കുകയാണ്. അവരുടെ കർത്താവിന്റെ തലമുറയുടെ വിഷയത്തിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. അവർ മടങ്ങി വരട്ടെ. അവർ ദൈവിക പദ്ധതിക്കായി പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിൽക്കട്ടെ. അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കും, ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. ഇന്ന് ഞായറാഴ്ച ആണല്ലോ. പതിവ് പോലെ വൈകിട്ട് 8:45 മുതൽ 1 മണിക്കൂർ ഓൺലൈൻ വർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്കുള്ള സ്പെഷ്യൽ സന്ദേശമുണ്ട്. എല്ലാ ഞായറാഴ്ച തോറും ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് സൂം മീറ്റിംഗ് ആണ്. അതിൻ്റെ ഐഡിയും പാസ്വേഡൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇല്ലാത്തവർ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അത് നിങ്ങൾക്ക് അയച്ചു തരാം. ജോയിൻ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി
ബ്ലെസഡ് സൺഡേ.